ഈ ഊതിപ്പെരിപ്പിച്ച പലതരത്തിലുള്ള കഥകളുണ്ട്. ഈ കഥകൾ ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയ താല്പര്യമുള്ളവർ പലതരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നേരത്തെ പോറ്റിയെ കയറ്റിയ പാട്ടായിരുന്നു എങ്കിൽ പുതിയ പാട്ട് അവരുണ്ടാക്കുന്നുണ്ട്. AI സാങ്കേതിക വഴി പുതിയ വീഡിയോസ് നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ സാഹചര്യം PS പ്രശാന്തിനറിയാം. പക്ഷേ മൂന്നാറിൽ വരെ ടൂറിസ്റ്റ് കേന്ദ്രം മൂന്നാറിൽ വരെ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് റൂമെടുത്തു എന്നതാണ് ഒരു പ്രചരണം. അല്ല, വ്യാപകമായി പ്രചരിപ്പിക്കുകയാണത്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. മൂന്നാറിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ പേരിൽ റൂമെടുത്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെയായിരുന്നു. സത്യത്തിൽ അങ്ങനൊരു പ്രചരണം ഇല്ല. അങ്ങനൊരു മൂന്നാറിൽ റൂം എടുത്തിട്ടേ ഇല്ല. ഇതേ മാധ്യമങ്ങൾ തലേദിവസം PS പ്രശാന്തനോട് കാണുകയാണ്. ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് പന്തലുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന് പ്രതികരണം എടുക്കുന്നുണ്ട്. നമ്മൾ പുലർച്ചെ വരുമ്പോൾ PS പ്രശാന്ത് അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്താൻ അവിടെ ഉണ്ട്. ഇതിനിടയിൽ എവിടെയാണ് മൂന്നാറിൽ പോയതെന്നതാണ്. ഞാൻ ഒരാഴ്ച കൊണ്ട് പമ്പയിലുണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ പമ്പയിലുണ്ടായിരുന്നു. അതോടെ നിൽക്കട്ടെ. അപ്പം ഇത് പ്രചരണത്തിൻ്റെ നിധാനം എന്ന് പറയുന്നത് എരിമേലി വൈൽഡ് മിസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിൽ തലേദിവസം, പരിപാടിയുടെ തലേദിവസം ഈ കുമരകത്തെയാണല്ലോ നമ്മൾ ഈ പ്രോട്ടോക്കോൾ വിഭാഗം വഴിയാണ് ഞങ്ങൾ ഈ അക്കോമഡേഷനൊക്കെ ചെയ്തത്. അപ്പോൾ അത് തികഞ്ഞില്ല. തികയാതെ വന്നപ്പോൾ നമ്മുടെ ADGP ശ്രീ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. അവരെല്ലാം കഴിഞ്ഞ 2, 3, 4 ദിവസം കൊണ്ട് അവിടെ ഉണ്ട്, തുടർച്ചയായിട്ട് അവിടെ ഉണ്ട്. അവർ വലിയ പോലീസിൻ്റെ ഒരു നിർണായകമായ ഇടപെടൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. 3-4 ഉദ്യോഗസ്ഥന്മാർ, വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അങ്ങനെ ബന്ധപ്പെടുമ്പോഴാണ് എരുമേലിയിൽ ഇങ്ങനൊരു റിസോർട്ടിലേക്ക് പെട്ടെന്ന്, അത് വൈകുന്നേരമാണ്, രാത്രിയും കണ്ടാണ് അവർ ചെന്നത് തന്നെ. അപ്പോൾ അതിൽ അവർ താമസിച്ചതിന് ശേഷം പിന്നെ അതിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഹോട്ടലിൽ നിന്ന് ബില്ല് കൈമാറുന്നത് ദേവസ്വം കമ്മീഷണർ അല്ലെങ്കിൽ ദേവസ്വം സെക്രട്ടറി എന്ന പേരിലാണ്. അവർ ദേവസ്വം പ്രസിഡൻറ്റ് ദേവസ്വം ബോർഡ് എന്ന് എഴുതി ബില്ല് കൊടുത്തു. എന്നിടത്ത് ബില്ല് കൊടുത്തു. അതിൻ്റെ പേരിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മൂന്നാറിൽ റിസോർട്ട് എടുത്തു, മറ്റത് മറിച്ചത് എന്നുള്ള വ്യാപകമായ പ്രചരണം. ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഈ വസ്തുതാവിരുദ്ധമായി വക്രീകരിച്ചുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിന് പിന്നിൽ. ഇതെല്ലാം ഒരു തിരഞ്ഞെടുപ്പിനെ ലാക്കാക്കിയാണ് നടക്കുന്നത്. ഞങ്ങൾ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ഒരു ഇലക്ഷനിലായിപ്പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്.